അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. തുടർന്ന് ഭാഷാഗാനം, അതിനുശേഷം പ്രഭാഷണം. കശ്യപ ഉവാച വിത്താദ്ധി നൃപതിം മത്വാ ശപ്തം പന്നഗ നിസ്സൃത ഗൃഹാദഹം ചോപകർത്തം വിദ്യയാ നൃപസത്തമം. തക്ഷക ഉവാച വിത്തം ഗൃഹാണ വിപ്രേന്ദ്ര യാവദിച്ഛസി പാർത്ഥിവാൽ ദദാമി സ്വഗൃഹം യാഹി സകാമോഹം ഭവാമ്യത. സൂത ഉവാച തച്ഛ്രുത്വാ വചനം തസ്യ കശ്യപ പരമാർത്ഥവിൽ ചിന്തയാമാസ മനസാ കിം കരോമി പുനഃ പുനഃ. ധനം ഗൃഹീത്വാ സ്വഗൃഹം പ്രയാമി യദ്യഹം പുനഃ ഭവിഷ്യതി ന മേ കീർത്തിർ ലോകേ ലോഭസമാശ്രയാൽ. ജീവിതേധാ നൃപശ്രേഷ്ഠേ കീർത്തി സ്യാദചലാ മമ ധനപ്രാപ്തിശ്ച ബഹുധാ ഭവേത് പുണ്യം ച ജീവനാത്. രക്ഷണീയം യശഃകാമം ദിഗ്ധനം യശസാ വിനാ സർവസ്വം രഘുണാ പൂർവം ദത്തം വിപ്രായ കീർത്തയേ. ഹരിശ്ചന്ദ്രേണ കർണേന കീർത്യർത്ഥം ബഹുവിസ്തരം ഉപേക്ഷേയം കഥം ഭൂപം ദഹ്യമാനം വിഷാഗ്നിനാ. ജീവിതേദ്യ മയാ രാജ്ഞി
സുഖം സർവജനസ്യ ച അരാജകേ പ്രജാനാശോ ഭവിതാ നാത്ര സംശയ. പ്രജാനാശസ്യ പാപം മേ ഭവിഷ്യതി മൃതേ നൃപേ അപകീർത്തിശ്ച ലോകേഷു ധനലോഭാത് ഭവിഷ്യതി. ഇതി സഞ്ചിന്യ മനസാ ധ്യാനം കൃത്വാ സ കശ്യപ ഗതായുഷം ച നൃപതിം ജ്ഞാതവാൻ ബുദ്ധിമത്തര. ആസന്നമൃത്യും രാജാനം ജ്ഞാത്വാ ധ്യാനേന കശ്യപ ഗൃഹം യയൗ സധർമാത്മാ ധനമാദായ തക്ഷകാത്. നിവർത്യം കശ്യപം സർപ്പ സപ്തമേ ദിവസേ നൃപം ഹന്തുകാമോ ജഗാമാശു നഗരം നാഗസാഹ്വയം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ മലയാള തർജ്ജമയായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കശ്യപൻ പറഞ്ഞു, രാജാവിൻ്റെ ശാപത്തിനെ വിദ്യയാലെ ജയിച്ചിട്ടു രാജധനം നേടാമെന്നു കരുതുന്നു ഞാൻ. തക്ഷകൻ പറഞ്ഞു, രാജാവിൽ നിന്നെത്ര ധനം ആഗ്രഹിക്കുന്നുവോ ഭവാൻ, അതു നൽകാം മടങ്ങുക ഞാൻ ജയിക്കട്ടെ. സൂതൻ പറഞ്ഞു, സത്യസന്ധനാം കശ്യപൻ സർപ്പത്തിന്റെ വാക്കു കേട്ടു എന്തു ചെയ്തിടണമെന്നു ആലോചിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തക്ഷകനിൽ നിന്നു ഞാനും ധനം നേടി മടങ്ങിയാൽ ലോഭിയാകും ലോകത്തിലെ കീർത്തി നശിക്കും. രാജാവിനെ സഹായിച്ചാൽ ധനം നേടാം കീർത്തിയെയും രാജാവിനെ ജീവിപ്പിച്ചതിൻ്റെ പുണ്യവും. യശസ്സു നിലനിർത്തണം, യശസ്സു നിലനിർത്തണം, യശസ്സില്ലാധനം നിന്ദ്യം. പണ്ടു രഘു സർവസ്വവും ദാനം ചെയ്തില്ലേ. ഹരിശ്ചന്ദ്രനും കർണനും കീർത്തിക്കായി ചെയ്തതെല്ലാം ശാപഗ്രസ്തൻ രാജനെ നാൻ ഉപേക്ഷിക്കാമോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവു ജീവിച്ചാൽ പ്രജകൾക്കു സർവസുഖം തന്നെ, രാജാവു മരിച്ചാൽ പ്രജാനാശം താൻ ഫലം. പ്രജാനാശത്തിൻ്റെ പാപം എന്നെയാവും ബാധിക്കുക, ധനലോഭം എനിക്കേകും അപകീർത്തിയും. ഇത്തരം
അന്തരത്തിൽ ആലോചിച്ചു ധ്യാനനിരതനായപ്പോൾ രാജാവിൻ്റെ ആയുസ്സറ്റു എന്നുമറിഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവിൻ്റെ ആയുസ്സിത കഴിയുന്നു എന്നറിഞ്ഞു. സർപ്പത്തിൽ നിന്നുമായി ധനം വാങ്ങി കശ്യപൻ. കശ്യപൻ മടങ്ങിയപ്പോൾ 7-ാം ദിനം കൊല്ലാനായി തക്ഷകനോ നാഗപുരത്തിലേക്കായി പോയി. കശ്യപൻ മടങ്ങിയപ്പോൾ 7-ാം ദിനം കൊല്ലാനായി തക്ഷകനോ നാഗപുരത്തിലേക്കായി പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ഞാൻ അംബികേ. ശ്രീമദ് ദേവി ഭാഗവതം 2ാം സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ പരീക്ഷത്തിന് മുനികുമാരൻ്റെ ശാപമുണ്ടായി 7-ാം ദിവസം തക്ഷകദംശനമേറ്റ് മരണം സംഭവിക്കും എന്ന് ആ ശാപമുണ്ടായത് അറിഞ്ഞ് കശ്യപൻ എന്ന അതിശ്രേഷ്ഠനായിരിക്കുന്ന മന്ത്രവാദിയും മന്ത്രവേദിയുമായിരിക്കുന്ന കശ്യപൻ അവിടെ ആ രാജാവിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ആ യാത്രയിലാണ് നാഗരാജാവായ തക്ഷകനെ തന്നെ കണ്ടത്. തക്ഷകൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? അങ്ങയുടെ ആഗ്രഹം എന്തായാലും ഞാനത് സാധിച്ചു തരാം. എന്തിനാണ് വെറുതെ
അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ കശ്യപൻ പറഞ്ഞു, വിത്താധി നൃപതിം മത്വ ശബ്ദം പന്നക നിസൃത ഗൃഹാദഹം ചോപകർത്തും വിദ്യയാ നൃപസത്തമം. നാഗരാജാവേ, ഹേ തക്ഷക, രാജാവിനെ ശപിച്ചത് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിന് എൻ്റെ വിദ്യ കൊണ്ട് ഉപകാരം ചെയ്യുക, ആ വിദ്യയിൽ നിന്ന് വിത്തത്തെ സമ്പാദിക്കുക, ധനം നേടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഗൃഹത്തിൽ നിന്നും പരീക്ഷിത് മഹാരാജാവിൻ്റെ രാജ കൊട്ടാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ തക്ഷകൻ പറഞ്ഞു, വിത്തം ഗൃഹാണ വിപ്രേന്ദ്രായ ആവതിച്ഛസി പാർത്ഥിവാൻ ദദാമി സ്വഗൃഹം യാഹി സകാമോഹം ഭവാമ്യത. ഹേ ബ്രാഹ്മണ, രാജാവിൽ നിന്ന് അങ്ങ് എത്ര ധനം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ആ ആഗ്രഹിക്കുന്ന ധനം മുഴുവൻ ഞാൻ അങ്ങക്ക് തരാം. അതുകൊണ്ട് സ്വഗൃഹം യാഹി, അങ്ങയുടെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവൂ, ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കട്ടെ. സകാമോഹം ഭവാമ്യത, ഞാൻ എൻ്റെ ആഗ്രഹം എന്താ? ആ പരീക്ഷത്തിനെ ദംശിക്കണമെന്നാണ്. അതാണ് മുനികുമാരൻ്റെ ശാപവും. ആ ശാപത്തെ സത്യമാക്കുക എന്നുള്ളത് എൻ്റെ ജോലി കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രവൃത്തി വിജയിക്കാൻ അങ്ങ് എന്നോടുകൂടെ നിൽക്കണം, അങ്ങക്ക് ധനം ഞാൻ തരാം എന്നാണ്. സൂതൻ പറയുന്നു, തച്ഛുത്വാ വചനം തസ്യ കശ്യപ പരമാർത്ഥവിൽ. ഈ വാക്കുകൾ കേട്ട് സത്യസന്ധനായിരിക്കുന്ന ആ കശ്യപൻ ഒന്ന് ആലോചിച്ചു. ചിന്തയാമാസ മനസ കിം കരോമി പുനഃ പുനഃ. വീണ്ടും വീണ്ടും മനസ്സിൽ ആലോചിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് പണം വാങ്ങുകയാണോ വേണ്ടത്, അതോ രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണോ വേണ്ടത്? ധനം ഗൃഹീത്വാ സ്വഗൃഹം പ്രയാമി അദ്ദേഹം പുനഃ ഭവിഷ്യതി നമേ കീർത്തിർ ലോകേ ലോഭസമാശ്രയാൽ. ഈ തക്ഷകന്റെ കയ്യിൽ നിന്ന് ധനം വാങ്ങി ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഞാൻ വലിയ അത്യാഗ്രഹിയാണ്, ലോഭിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ലോകത്ത് ധനമേ ഉണ്ടാവുള്ളൂ, കീർത്തി ഉണ്ടാവില്ല. ആളുകൾ പറയും, ആ രാജാവിനെ രക്ഷിക്കേണ്ടതിന് പകരം ധനം മോഹിച്ച് അയാള് തിരിച്ചുപോയി, അയാൾ വലിയ അത്യാഗ്രഹിയാണെന്ന് പറയില്ലേ? ജീവിതേധ നൃപശ്രേഷ്ഠേ കീർത്തിസ്യാദജലാമമ ധനപ്രാപ്തിശ്ച ബഹുധ ഭവേത് പുണ്യം ച ജീവനാൽ. മഹാരാജാവിനെ ജീവിപ്പിച്ചാലോ എൻ്റെ കീർത്തി ദൃഢമാവും, അങ്ങനെ തന്നെ പലതരത്തിൽ എനിക്ക് ധനം ലഭിക്കും. അപ്പൊ ജീവിപ്പിച്ചത് കൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള പുണ്യം, ആളുകളൊക്കെ എൻ്റെ പ്രവൃത്തിയെ ശ്ലാഘിക്കും. അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന പുണ്യം അതും വളരെ വിശേഷമാണ്. രക്ഷണീയം യശക്കാമം ധിഗ്ധനം യശസാവിന. യശസ് നിലനിർത്തുകയാണ് വേണ്ടത്. കാരണം എന്താ? യശസ്സില്ലാത്ത ധനം എത്രയോ നിന്ദ്യമാണ് എന്നാണ്. അപ്പോ പണ്ട് രഘു സർവസ്വം രഘുണാപൂർവം ദത്തം വിപ്രായ കീർത്തയെ, രഘു മഹാരാജാവ് തൻ്റെ സർവസ്വവും കീർത്തി നിലനിർത്താൻ വേണ്ടി ബ്രാഹ്മണർക്ക് നൽകി ഇല്ലേ? ഹരിശ്ചന്ദ്രേണ കർണേന, ഹരിശ്ചന്ദ്രൻ, കർണൻ, ഇവരൊക്കെ കീർത്യർത്ഥം ബഹുവിസ്തരം, കീർത്തിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? ഉപേക്ഷേയം കഥം ഭൂപം ദഹ്യമാനം വിഷാഗ്നിന. ആ വിഷാഗ്നിയിൽ ദഹിക്കുന്ന രാജാവിനെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക? ഉപേക്ഷേയം കഥം, ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ജീവിതേദ്യ മയാ രാജ്ഞി സുഖം സർവജനസ്യ ച രാജ അരാജകേ പ്രജാനാശോ ഭവിത ന അത്ര സംശയ. രാജാവ് ജീവനോടിരുന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും സുഖം ഉണ്ടാകും ഇല്ലേ? രാജാവില്ലാതെയാലോ അരാജകത്വം വന്നു കഴിഞ്ഞാലോ അപ്പൊ പ്രജാനാശമായിരിക്കും അതിൻ്റെ ഫലം. അങ്ങനെ പ്രജാനാശം ഉണ്ടായാലോ പ്രജാനാശസ്യ പാപം മേ, അതുകൊണ്ടുണ്ടാകുന്ന പാപവും മേ ഭവിഷ്യതി, തീർച്ചയായും എനിക്ക് ആ പാപം ഉണ്ടാവും. മൃതേ നൃപേ, അതേപോലെ തന്നെ ഈ രാജാവ് മരിക്കും ഇല്ലേ? അപ്പോ അപകീർത്തിശ്ച ലോകേഷു ധനലോഭാത് ഭവിഷ്യതി. ധനലോഭം കൊണ്ട്, ഈ അത്യാഗ്രഹം കൊണ്ട് എനിക്ക് ലോകത്ത് മുഴുവൻ അപകീർത്തി ഉണ്ടാവും. ആ കശ്യപൻ എന്ന് പറഞ്ഞ ആള് ധനം മോഹിച്ച് ഒരു രാജാവിനെ കൊലയ്ക്ക് വിട്ടുകൊടുത്ത ആളാണ്. അയാൾക്കത് സാധിക്കുമായിരുന്നു രാജാവിനെ രക്ഷിക്കാൻ. എന്നിട്ടും തക്ഷകന്റെ വാക്ക് കേട്ട് തക്ഷകന്റെ ആ ധനം മോഹിച്ച് അയാളിങ്ങനെ ചെയ്തു. അപ്പൊ അപകീർത്തിയാവും ഇല്ലേ? ഇതി സഞ്ചിന്യ മനസാ ധ്യാനം കൃത്വാ സ കശ്യപ ഗതായുഷം ച നൃപതിം ജ്ഞാതവാൻ ബുദ്ധിമത്തര.
അങ്ങനെ ചിന്തിച്ച് ആ കശ്യപ ബ്രാഹ്മണൻ മന്ത്രവേദിയായ അദ്ദേഹം ധ്യാനനിരതനായി കുറച്ചു നേരം അവിടെ ഇരുന്നു. അങ്ങനെ ആ ധ്യാനത്തിൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. രാജാവിൻ്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു. ബുദ്ധിമത്തരഹ, ബുദ്ധിമാനായ ഇദ്ദേഹം ധ്യാനത്തിലൂടെ ജ്ഞാതവാൻ, അറിഞ്ഞു എന്നാണ്. അപ്പൊ താൻ അവിടെ പോയാലും തൻ്റെ മന്ത്രശക്തി കൊണ്ട് രക്ഷിച്ചാൽ തന്നെയും അദ്ദേഹത്തിന് ആയുസ്സില്ല. അപ്പൊ അത് ആ ആയുസ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് തൻ്റെ ആ തപശക്തി കൊണ്ട് സാധിച്ചു, മന്ത്രസിദ്ധി കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, ആസന്ന മൃത്യും രാജാനം, രാജാവിൻ്റെ മരണം അടുത്തിരിക്കുന്നു. ജ്ഞാത്വാ ധ്യാനേന കശ്യപ, ധ്യാനത്തിലൂടെ അത് മനസ്സിലാക്കിയ കശ്യപൻ ഗൃഹം യയൗ സധർമാത്മാ ധനമാദായ തക്ഷകാൽ. കശ്യപ ബ്രാഹ്മണൻ ഇത് മനസ്സിലാക്കിയിട്ട് തക്ഷകനിൽ നിന്ന് ധനം സ്വീകരിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. നിവർത്തിയം കശ്യപം സർപ്പ സപ്തമേ ദിവസേ നൃപം ഹന്തുകാമോ ജഗാമാശു നഗരം നാഗസാഹ്വയം. കശ്യപന് ധനമൊക്കെ കൊടുത്തു. ഏതായാലും തക്ഷകൻ കശ്യപനെ അവിടുന്ന് പറഞ്ഞയച്ചു. ആ സർപ്പരാജൻ 7-ാം ദിവസം സപ്തമേ ദിവസേ നൃപം ഹന്തുകാമോ, 7-ാമത്തെ ദിവസം രാജാവിനെ കൊല്ലണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ കാമത്തോടുകൂടി ഹസ്തിനാപുരത്തിലേക്ക്, നഗരം നാഗസാഹ്വയം, ആ ഹസ്തിനാപുരിയിലേക്ക് ഈ തക്ഷകൻ വളരെ വേഗത്തിൽ, ജഗാമാശു, വളരെ വേഗത്തിൽ അവിടുന്ന് യാത്രയായി എന്നാണ്. ഇനി തക്ഷകൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് പിന്നെ അടുത്ത ദിവസമാണ് നമുക്ക് തക്ഷക ദംശനമേറ്റ് രാജാവ് മരിച്ചു എന്നുള്ള രംഗത്തെ അവിടെ പറയാനായിട്ട്, കേൾക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിലേക്കൊക്കെ എല്ലാവരുടെയും പരിപൂർണമായ ആ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരിലും ഭക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.